Hi all, welcome to Competitive Cracker. This is me, Alfin Abdul Salam. അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് വേക്കൻസിയെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. നിലവിലുള്ള നിയമനത്തെ പറ്റിയാണ് വാർത്തയെങ്കിലും അത് സൂചിപ്പിക്കുന്നത് അടുത്ത് വരാൻ പോകുന്ന അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനെ പറ്റിയാണ്. നമ്മൾ ഇതിനെപ്പറ്റി ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു വാർത്ത നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. പുതിയതായി 48 തസ്തികകൾ കൂടി ആഡ് ചെയ്യുന്നു. FIUGPയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അഡീഷൻ നമുക്ക് കാണുന്നത്. ഏകദേശം 10 ഗവൺമെൻറ് കോളേജുകളിലായിട്ട് 48 വേക്കൻസികൾ, അതായത് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം സബ്ജക്റ്റുകളിൽ 10 പുതിയ വേക്കൻസികളും, മലയാളം, ഹിസ്റ്ററി, കൊമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളിൽ 3 വേക്കൻസിയും, എക്കണോമിക്സ്, ഫിസിക്സ് വിഷയങ്ങളിൽ 2 വേക്കൻസിയും, സ്റ്റാറ്റിസ്റ്റിക്സ്, സുവോളജി, അറബിക്ക് എന്നിവയിൽ ഓരോ വേക്കൻസികൾ വീതവുമായിട്ടാണ് പുതിയതായിട്ട് ആഡ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വരുന്ന 6-ാം മാസം അല്ലെങ്കിൽ ഈ ജൂൺ മാസത്തിനുള്ളിൽ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞ് മാക്സിമം 3 മാസം കൂടെ റാങ്ക് ലിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഏകദേശം 9-ാം മാസം സെപ്റ്റംബറോട് കൂടി തന്നെ എല്ലാ ലിസ്റ്റിലേക്കുമുള്ള വേക്കൻസികൾ ഫില്ല് ചെയ്ത് പൂർത്തീകരിച്ച് അടുത്ത നോട്ടിഫിക്കേഷൻ വിളിക്കേണ്ടതുണ്ട്. കാരണം ഏകദേശം 9 വർഷങ്ങളടുത്ത് അല്ലെങ്കിൽ 6-7 വർഷങ്ങളടുത്തായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിൻ്റെ പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. പക്ഷേ ഇത് സൂചിപ്പിക്കുന്നത് വേറൊരു കാര്യം കൂടിയാണ്. ഒരു പക്ഷേ ഇനി വിളിക്കാൻ പോകുന്ന അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് പരീക്ഷയായിരിക്കാം നമ്മളുടെ മനസ്സിലാക്കിയിട്ടുള്ള, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് പരീക്ഷകളിൽ ഏറ്റവും അവസാനത്തെ പരീക്ഷ എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് നോക്കാം. നമുക്ക് ഇതുവരെ നടന്നുകൊണ്ടിരുന്ന അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ട്രഡീഷണൽ സിസ്റ്റം അല്ലെങ്കിൽ ഏർലിയർ മോഡൽ ഓഫ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് എക്സാം എന്ന് പറയുന്നത് PSC വഴി UGC അംഗീകൃത അധ്യാപകരെ നിയമിക്കുന്ന പരീക്ഷയായിരുന്നു. അതിൽ DA, HRA, ഇൻസെൻറ്റീവുകൾ, ഇൻക്രിമെൻറ്റുകൾ ഉൾപ്പെടെ UGC ലെവൽ 10 സ്കെയിൽ ഓഫ് പേയിലായിരുന്നു നമുക്ക് സാലറി വന്നിരുന്നത്. ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് പ്രതിമാസം വരുമാനം നൽകുന്ന പെർമനന്റ് ജോലിയായിരുന്നു അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്. പെൻഷനും റിട്ടയർമെന്റ് ബെനിഫിറ്റുകളും ഇതിനപ്പം തന്നെയുണ്ട്. ജോബ് സെക്യൂരിറ്റി, പെർമനന്റ് ജോലി ആയതുകൊണ്ട് തന്നെ റിട്ടയർമെന്റ് വരെ നമ്മളെ ജോലിയിൽ നമുക്ക് ഉറപ്പ്, പെർമനൻസി ഉണ്ടായിരുന്നു. ആൻഡ് ഒരു ലോങ് ടേം ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റ്മെന്റ് ആയിരുന്നു ഈ കഴിഞ്ഞ വർഷം വരെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് വരെ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 6 മുതൽ 7 വർഷം വരെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ റെഗുലർ വേക്കൻസികൾ രൂപീകരിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ള പരീക്ഷകൾ നടക്കുന്നില്ല. കോൺട്രാക്റ്റ് ആൻഡ് ടെമ്പററി അപ്പോയിൻമെൻറ്റുകളിലേക്ക് നമ്മുടെ രാജ്യത്തെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്കുള്ള നിയമനങ്ങൾ മാറ്റിക്കൊണ്ടുവരികയാണ്. സാലറി സ്ട്രക്ചറായിട്ട് മാറ്റുകയാണ്. ഡെയിലി വേജസിലേക്ക് ഇവർക്ക് ഫീസ് കൊടുക്കുക അല്ലെങ്കിൽ സാലറി കൊടുക്കുകയാണ്. പെൻഷനും ലോങ് ടേം ബെനിഫിറ്റുകളും ഇല്ല. ലിമിറ്റഡ് ജോബ് സെക്യൂരിറ്റി ആയിട്ട് മാറുകയാണ്. കാരണം ഈ 6-7 വർഷം നോട്ടിഫിക്കേഷൻ ഇല്ലാതിരുന്നപ്പോൾ നമ്മൾ കൂടുതലും കോൺട്രാക്ട് അധ്യാപകരെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. അതിനിപ്പോൾ വിരാമം വരും. ഈ ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ ഒരു പരീക്ഷ കൂടെ ഇതിൻ്റെ പേരിൽ നടക്കും. ആ പരീക്ഷയ്ക്കും കൂടെ നമുക്ക് എന്ത് കാണും? ഈ ലോങ് ടേം ബെനിഫിറ്റുകൾ കാണും. അതിനുശേഷം എന്ത് സംഭവിക്കും? അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് തസ്തിക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് മാറും. ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിൽ ഏകദേശം നമ്മൾ 2 നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഓൾറെഡി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് ചുരുക്കലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 5 വർഷ കോൺട്രാക്റ്റുകളിലേക്ക് അധ്യാപകരെ നിയമിക്കാനായിട്ട് തുടങ്ങി. റിന്യൂവൽ ബേസ്ഡ് എംപ്ലോയ്മെൻ്റ് ആയിട്ട് അത് മാറി. 5 വർഷം കൂടുമ്പോൾ കോൺട്രാക്റ്റ് അവർ പുതുക്കുകയായിരിക്കും. DA ഇല്ല, HRA ഇല്ല, പെൻഷൻ ഇല്ല. നമുക്കൊരു പെർമനന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന തസ്തിക ലഭ്യമാവില്ല. പെർഫോമൻസ് ലിങ്ക്ഡ് കണ്ടിന്യൂവേഷൻ, പെർഫോമൻസിനെ എവാലുവേറ്റ് ചെയ്തുകൊണ്ട് 5 വർഷത്തിന് ശേഷം കരാർ പുതുക്കണോ വേണ്ടയോ എന്ന് മാനേജ്മെന്റിനോ അല്ലെങ്കിൽ ഗവേണിംഗ് ബോഡീസിനോ തീരുമാനിക്കുന്ന നിലയിലേക്ക് ഇത് മാറ്റും. ഇത് നമ്മളുടെ ജോബ് സെക്യൂരിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുകയും നമ്മളെ ഒബ്സലീറ്റ് ആക്കിക്കൊണ്ട് പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഉപയോഗിക്കാനും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണത് ഈ 5 ഇയർ കോൺട്രാക്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ഒരുപക്ഷെ അടുത്ത അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെത്തേഡായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആസ് വി നോ ഇറ്റ് UGC ലെവൽ 10 സ്കെയിൽ ഓഫ് പേയുള്ള ഏകദേശം 1 ലക്ഷം രൂപ വരെ പ്രതിമാസം ശമ്പളം ലഭിക്കുന്ന, പെൻഷൻ ലഭിക്കുന്ന, ജോബ് സെക്യൂരിറ്റി ഉള്ള, DA, HRA എല്ലാമുള്ള പെർമനന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ജോബ് അവസാനമായിട്ട് നമ്മൾ എഴുതാൻ പോകുന്ന ഈ ഡിസംബറിൽ വരാൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് പരീക്ഷയിലായിരിക്കും ഉണ്ടായിരിക്കുക. അതിനുശേഷം ആസ് പെർ NEP
ആസ് പെർ VBSA, HECI അല്ലെങ്കിൽ UGC എന്നിവ ലയിപ്പിക്കുന്നതിലൂടെ പുതിയ ഫണ്ടിങ് രീതികളിലേക്ക് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് മാറുകയും ആ കോൺട്രാക്ട് ബേസിസിലുള്ള അധ്യാപകർ മാത്രമായിരിക്കും നമ്മളെ ക്യാമ്പസുകളിൽ കോളേജുകളിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള തീരുമാനത്തിലേക്ക് വരും. പിന്നെ നമുക്കൊരു അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് പരീക്ഷ ഉണ്ടാവില്ല. അങ്ങനെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് പരീക്ഷ നമുക്ക് വരുന്നതിന് മുമ്പ് ഏറ്റവും നമ്മൾ അഭികാമ്യമായിട്ടുള്ള നമ്മുടെ പെർമനന്റ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ കേരള PSCയുടെ പരീക്ഷ ഈ ഡിസംബറിൽ നടക്കാൻ പോകുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾക്ക് നെറ്റ് നേടിയെടുക്കുവാനുള്ള അവസാനത്തെ അറ്റംപ്റ്റ് ആയിരിക്കും ഈ ജൂണിലെ നെറ്റ് പരീക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 2026 അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് അല്ലെങ്കിൽ UGC നെറ്റ് ആസ്പിരൻസിന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഡിസംബറിലെ പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കില്ല. ഈ ജൂണിൽ തന്നെ പഠിച്ചു തുടങ്ങിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നെറ്റ് ക്വാളിഫൈ ചെയ്ത് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് വേണ്ടി തയ്യാറെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് നമുക്ക് എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കേസിൽ കിടന്നതായിരുന്നു തമിഴ്നാട് TNTRB അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേഷൻ. അതവർ വീണ്ടും കണ്ടക്ട് ചെയ്തു. ഇനി നമ്മുടെ കേരള PSCയിലാണ്. ഇനിയും എക്സാം ഉണ്ടാവും, പക്ഷെ അത് ഒരുപക്ഷെ അവസാനത്തെ പരീക്ഷയായിരിക്കും. ആ പരീക്ഷയ്ക്ക് മുമ്പ് ഈ ജൂണിൽ തന്നെ നിങ്ങൾക്ക് JRF നേടുവാനായിട്ടാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും പെർഫെക്റ്റ് സിസ്റ്റം നമ്മുടെ വിക്ടറി ബാച്ചിലുണ്ട്. 0 to 180 ഡേയ്സിൽ നിങ്ങളെ സബ്ജക്റ്റ് നോളജ് ഡീപ്പായിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ സബ്ജക്റ്റ് നോളജ് ഇൻഡെപ്ത് നിങ്ങൾക്ക് ഇവാലുവേഷൻ തന്ന് മോക്ക് ക്വസ്റ്റ്യൻസിലൂടെ ആക്ടിവിറ്റീസിലൂടെയും തറവായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസിലൂടെ എക്സാം റെഡിയാക്കുന്ന ആക്ടിവിറ്റീസിലൂടെ എക്സാംസിലൂടെ ലൈവ് സെഷൻസിലൂടെ PhD ഹോൾഡേഴ്സ് ആയിട്ടുള്ള അധ്യാപകർ നയിക്കുന്ന ലൈവ് ക്ലാസ്സുകൾക്കും മെൻറ്റർഷിപ്പോടുകൂടിയും നിങ്ങൾക്ക് ഇൻഡെപ്ത് അനാലിസിസും ഇൻഡെപ്ത് സബ്ജക്ട് ലേണിങ്ങുമായിട്ട് ഈ വരുന്ന ജൂണിൽ JRF നേടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു എക്സ്ട്രീം ലേണിംഗ് സിസ്റ്റമാണ് നമ്മുടെ JRF വിക്ടറി ബാച്ച്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ന്യൂ ഇയർ ഓഫറുമായിട്ട് ബന്ധപ്പെട്ട് മന്ത് എൻഡ് ഓഫറുമായിട്ട് ബന്ധപ്പെട്ട് 30% വരെ ഫീല് ഡിസ്കൗണ്ടോടുകൂടി ഇംഗ്ലീഷ്, കൊമേഴ്സ്, എക്കണോമിക്സ്, മലയാളം, മാനേജ്മെൻറ്റ് ഇതിനെല്ലാം പുറമെ പേപ്പർ 1 സബ്ജക്റ്റുകളിലേക്കുള്ള അഡ്മിഷൻസ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ഏറ്റവും ബെസ്റ്റ് അധ്യാപകരുടെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ JRF നേടിയെടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സിസ്റ്റത്തിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. നമ്മുടെ ബോർഡ് നമ്പർ ആയിട്ടുള്ള 8086881144 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയോ താഴെ കൊടുത്തിട്ടുള്ള നമ്മുടെ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുകയോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നമ്മളെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ ഓരോ ദിവസം വൈകിക്കും തോറും നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ വിലയേറിയ 180 ദിവസങ്ങളിലെ ഒരു ദിവസമാണ്. ഏകദേശം നമ്മുടെ 16 ദിവസങ്ങൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇനിയും ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾക്ക് ഓരോ വിലപ്പെട്ട പ്രിപ്പറേഷനാണ് ലഭിക്കുന്നത്. ആൻഡ് ഇത്തവണ നിങ്ങൾക്ക് മിസ്സാകുന്നത് ജസ്റ്റ് ഒരു നെറ്റ് ആയിരിക്കില്ല, ഒരു അറ്റംപ്റ്റ് ആയിരിക്കില്ല, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിലേക്കുള്ള ഏറ്റവും അവസാനത്തെ ചാൻസ് ആയിരിക്കും. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോച്ചിങ് നേടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ചൂസ് അവർ വിക്ടറി ബാച്ച്. ഒരിക്കൽ കൂടി നമ്മുടെ ബോർഡ് നമ്പർ ആയിട്ടുള്ള 8086881144 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയോ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുകയോ കമൻസിലും ഡിസ്ക്രിപ്ഷനിലുമായിട്ട് പിൻ ചെയ്തിട്ടുള്ള ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുകയോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക. വി ആർ ക്ലോസിംഗ് ദിസ് ഓഫർ വെരി സൂൺ. 30% ഓഫിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ മേക്ക് ഷുവർ ദാറ്റ് യു മേക്ക് ദ റൈറ്റ് ചോയ്സ്. ഈ വരുന്ന ജൂണിൽ JRF നിങ്ങൾക്കുള്ളതാണ്. CCക്കൊപ്പം ആൻഡ് നമ്മൾ ഒരുമിച്ച് പഠിക്കും. അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് നേടും 2026. സോ ഇനിയും ഇങ്ങനെയുള്ള അക്കാഡമീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള നെറ്റ് JRF ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകൾക്കും പ്രോംപ്റ്റായിട്ടുള്ള ന്യൂസുകൾക്കും ഇൻഫർമേഷനുമായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ആസ്പിരന്റ് സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് എത്തുന്നവരെ ദിസ് ഈസ് മീ അൽസിൻ അബ്ദുൽ സലാം സൈനിങ് ഓഫ്. താങ്ക് യു.